തുറസായി കിടക്കുന്ന ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ചുറ്റുമതിൽ നിർമ്മാണം ഉടൻ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മന്നപ്രയിൽ പ്രതിഷേധം ശക്തം. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി സ്കൂളിന്റെ മുൻഭാഗത്തെ മതിലിടിഞ്ഞു വീണിട്ട് നാളിതുവരെയായും അധികാരികൾ തിരിഞ്ഞുനോക്കിയിട്ടില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. മന്നപ്ര മണ്ഡലം കോൺഗ്രസ് ഗവൺമെന്റ് ഹൈസ്കൂൾ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ നിൽപ്പ് സമരം കോൺഗ്രസ് കാലടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സെബി കിടങ്ങേൻ ഉദ്ഘാടനം ചെയ്തു. മതിൽ നിർമ്മാണത്തിനും മറ്റുമായി ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളതായി കോൺഗ്രസ് പറഞ്ഞു. റോഡിന്റെ സൗകര്യം കൂട്ടി മതിൽ നിർമ്മാണം ആരംഭിക്കണമെന്നും പണി തടസ്സപ്പെട്ടതിന്റെ യഥാർത്ഥ വസ്തുത പൊതുസമൂഹത്തോട് തുറന്നു പറയണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. ഇനിയും ഇക്കാര്യത്തിൽ അധികാരികൾ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് രൂപം കൊടുക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഏറെ വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ ഈ ഭാഗം വെട്ടിപ്പൊളിച്ച് അലക്ഷ്യമായി കിടക്കുന്നത് മൂലം വാഹനാപകടങ്ങൾക്ക് വളരെയേറെ സാധ്യതയാണുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ മതിൽ നിർമ്മാണത്തിനായി തീർത്തിരിക്കുന്ന കാനയിലേക്ക് വാഹനം തെന്നി നീങ്ങിയതും യാത്രക്കാരേറെ ആശങ്കയിലാക്കി. ചുറ്റുമതിലില്ലാത്തത് മൂലം സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വരെ നഷ്ടപ്പെട്ടേക്കാമെന്നും ഇക്കാര്യം അധികൃതർ ഗൗരവമായി കാണണമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം അനിമോൾ ബേബി പറഞ്ഞു. മന്നപ്ര ഗവൺമെന്റ് എൽപി സ്കൂളിന്റെ മതിൽ നിർമ്മാണമായിട്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ 15 ലക്ഷം രൂപ വയ്ക്കുകയും അതോടൊപ്പം തന്നെ അത് വർക്ക് ടെൻഡർ ആവുകയും ടെൻഡർ എടുത്ത് പണി തുടങ്ങി. നമുക്കറിയാം ഈ പ്രദേശത്തിൻ്റെ അപകടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിനോട് തൊട്ട് ചേർന്നാണ് PWയുടെ മെയിൻ റോഡ് പോകുന്നത്. എപ്പോഴും ഭാരവാഹനങ്ങൾ പോകുന്ന റോഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടെൻഡർ എടുത്ത ആളോട് പറഞ്ഞു പൊളിക്കുന്നതോടൊപ്പം തന്നെ പണി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കോൺട്രാക്ട് പൊളിക്കുകയും പിറ്റേ ദിവസം തന്നെ പണി ആരംഭിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇവിടുത്തെ CPMന്റെ ലോക്കൽ സെക്രട്ടറി വന്ന് ഈ പണി തടഞ്ഞു വയ്ക്കുകയും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സർവകക്ഷി യോഗം വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഗവൺമെൻറ്റിന് തീരുമാനം കിട്ടും, അല്ലെങ്കിൽ കളക്ടറെ പോയി കണ്ട തീരുമാനം കിട്ടുമെന്ന് പറഞ്ഞു. നമ്മൾ പോകാമെന്ന് പറഞ്ഞു. കളക്ടറെ കാണാനായിട്ട് പോണ ഡേറ്റ് തീരുമാനിച്ചു. പക്ഷേ ഈ പറഞ്ഞ CPMന്റെ ലോക്കൽ സെക്രട്ടറി ഞങ്ങളുടെ കൂടെ വന്നില്ല. എങ്കിലും പഞ്ചായത്ത് പ്രസിഡൻറ്റും വാർഡ് മെമ്പറും ഞാനും ഒക്കെ കൂടി പോയി കണ്ടു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡിനെപ്പോഴും വീതി ആവശ്യമാണ്. പക്ഷേ സ്കൂള് എല്ലാ വർഷവും നമുക്ക് ഫിറ്റ്നസ് കിട്ടണം. സ്കൂളിന് ഫിറ്റ്നസ് കിട്ടണമെങ്കിൽ റോഡിൽ നിന്ന് ഇത്രയും സൈഡ് ബാക്ക് വേണമെന്നുള്ളത് കൊണ്ട് വരും വർഷങ്ങളിൽ ഫിറ്റ്നസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭൂമി ആയതുകൊണ്ട് തന്നെ അവരിത് തള്ളി നീക്കി പണിയാനായിട്ട് ഒരിക്കലും അനുവാദം തരുകയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതനുസരിച്ച് നമ്മൾ അവരോട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർ വീണ്ടും അങ്ങനെ തന്നെ പറഞ്ഞു. അവരൊരിക്കലും ഇവിടെ മതിൽ പണി തുടങ്ങാനായിട്ട് സമ്മതിക്കില്ല എന്നുള്ള നിലപാടിലാണ് അവർ നിൽക്കുന്നത്. നമുക്ക് റോഡിന് വീതി ആവശ്യം എല്ലാവരുടെയും ആവശ്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളും സംരക്ഷിക്കപ്പെടേണ്ടതും ആവശ്യമാണ്. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഇവിടെ ചുറ്റുമതിൽ നിർമ്മിച്ച് വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് മന്നപ്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് അംഗം സിജു ഈരാളിയുടെ അധ്യക്ഷതയിൽ കോൺഗ്രസ് കാലടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സെബി കിടങ്ങേൻ നിൽപ്പ് സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് KB സാബു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനിമോൾ ബേബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സരിത സുനിൽ ചാലക്ക, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് തോമസ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ MV സെബാസ്റ്റ്യൻ, സാജു കോളാട്ടുകുടി, ജേക്കബ് മന്നളി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിജി സാജു, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ടിനു മോബിൻസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസഫ് തോമസ്, സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ചെറിയാൻ തോമസ്, നേതാക്കളായ സരിത സുനിൽ, ബിജു പടയാടൻ, ഡേവിസ് മണവാളൻ, ജോസഫ് പറപ്പള്ളി, ജോമോൻ ഓലിയപ്പുറം, ജോൺ കൊടുങ്ങൂക്കാരൻ, വിനോദ് മാരാടൻ, ബാബു പൂണോളി, ബൈജു കൈതാരത്ത്, സാംസൺ വേലായുധൻ, ബൈജു കോളാട്ടുകുടി, സ്റ്റിലിൻ മന്നളി, ദിനു ജോർജ്, ജോയ് അറയ്ക്ക, അനു ജോർജ്, ഷിമിത ബിജോയ്, ജാൻസി ജോർജ്, ജിത്തു ജോയ്, ഡേവിസ് ചുരമന, K അജികുമാർ, ഷിബി ജോസ്, ബിജി ജേക്കബ്, ഷൈബി പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു. വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ ആ സർവകക്ഷി യോഗത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് മാത്രം വിചാരിക്കുന്ന അത്തരം തീരുമാനങ്ങൾക്കെതിരായി ഈ നാട്ടിലെ ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഉദ്ദേശം. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 15 ലക്ഷം രൂപ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇവിടെ അപകടങ്ങളുണ്ടായിരിക്കാനും ഈ സുരക്ഷ ഒരുക്കേണ്ട ഒരു കടമ പഞ്ചായത്തിനുണ്ട്. പഞ്ചായത്ത് മെമ്പർ എന്നുള്ളത് സിജു അത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ അതുമായി സഹകരിക്കേണ്ട CPM നേതൃത്വം പുറംതിരിഞ്ഞ് നിൽക്കുന്ന സമീപനം ഒരിക്കലും ശരിയല്ല. വികസന പ്രവർത്തനങ്ങളിലൊക്കെ നമുക്കെല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാകും. പക്ഷേ രാഷ്ട്രീയത്തിന് അതീതമായി വികസന പ്രവർത്തനങ്ങളെ കണ്ടില്ല എങ്കിൽ വികസനങ്ങൾ മുരടിക്കും.
ന്യൂസ് ബ്യൂറോ, അങ്കമാലി. യിൽ നിന്നും ഇറക്കുമതി ചെയ്ത ടണൽ അക്രലിക് അക്വേറിയം 10,000 സ്ക്വയർ ഫീറ്റിൽ വിവിധ ഇനം പക്ഷികൾ പെരുമ്പാവൂരിന് വിസ്മയാനുഭൂതികൾ സമ്മാനിക്കുന്നു. മറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷൻ പെരുമ്പാവൂർ പാലക്കാട്ടുതാഴം മൈതാനിയിൽ ഏവർക്കും സ്വാഗതം.